ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി നമുക്കൊരു ഹോട്ടലിൽ കയറി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് പോവാം എന്നിങ്ങനെ പത്മയുടെ മുന്നിൽ ഇവിടെ സൂര്യ ആവശ്യപ്പെടുന്നുണ്ട് കേട്ടോ. അതിന് ആർക്കെങ്കിലും നീരസമുണ്ടോ, ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ പറയണമെന്ന് സൂര്യ പറയുമ്പോൾ അത് പത്മ നിഷേധിക്കുന്നില്ല കേട്ടോ. ഈ സമയം ഇന്ദ്രജയാണെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നില്ല. പല വാക്കുകൾക്കും പല സമയത്തും അമ്മ തലയാട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ദോഷം ചെയ്യും എന്നിങ്ങനെ ഇന്ദ്രജ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം വിജയാണെങ്കിലോ, ഇന്ദ്രജ നിൻ്റെ അമ്മ ഇപ്പം പഴയതുപോലെയൊന്നുമല്ല. ഈ പറയുന്ന നിൻ്റെ അമ്മ പല കാര്യങ്ങൾക്കും നിൻ്റെ ഏട്ടന് സപ്പോർട്ടായി നിൽക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം ഇവർ വണ്ടിയിൽ കയറുകയാണ്. അതുപോലെ തന്നെ നന്ദിനിയും സൂര്യയും അവരുടെ വണ്ടിയിൽ. എന്നാൽ ഇവിടെ യതീന്ദ്രനും പത്മയും വിജയും അതുപോലെ തന്നെ ഇന്ദ്രജയും കൂടി ഒരുമിച്ച് യാത്ര ചെയ്യുകയാണല്ലോ. അപ്പോൾ ഈ സമയം ഇങ്ങനെ എന്തായാലും എൻ്റെ മക്കൾ നമ്മൾ മനസ്സിൽ ചിന്തിച്ച ആ ഒരു സ്ഥലത്തോട്ട് തന്നെ പൂജയ്ക്ക് വരികയും വിളക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തല്ലോ. അതുപോലെ നന്ദിനിയുടെ വീട്ടുകാർ വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന ആ ഒരു പൂജയെക്കുറിച്ച് പറയുന്നതൊക്കെ കേട്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ പത്മക്ക് ദേഷ്യം പിടിക്കുകയാണ്. അപ്പോൾ പത്മേ, അവർ വർഷങ്ങളായിട്ട് നിൻ്റെയും എൻ്റെയും വിവാഹ വാർഷികം നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അത് നടത്തിയാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ പത്മ പറയാണ്, എനിക്കതിനോട് യോജിപ്പില്ല, അത് നടത്തണ്ടെന്ന് പറഞ്ഞാൽ നടത്തണ്ട എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും വാശിയാവാം, ഇനി ഹോട്ടലിലോട്ട് പോവാം. സൂര്യ പറഞ്ഞത് ഇവിടെ ഒരു പട്ടാണികളുടെ ആ ഒരു ഹോട്ടലുണ്ടെന്നോ പാകിസ്ഥാൻ ഹോട്ടലുണ്ടെന്നോ അങ്ങനെ എന്തോ ഒന്ന് സൂര്യ പറഞ്ഞു. അതിലോട്ട് കയറാം, ഈ സൈഡിലാണെന്ന് തോന്നുന്നതെന്ന് പറയാം കേട്ടോ. ഈ സമയം സൂര്യയും നന്ദിനിയും കൂടി യാത്രയാവുന്നുണ്ട്. അവരുടെ പിറകെ ഒരു ലോറി ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ ഫോളോ ചെയ്ത ആ പയ്യന്മാരും പിറകെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന നന്ദിനിക്ക് മനസ്സിലായി. അപ്പോൾ സൂര്യക്കാണെങ്കിൽ ദേഷ്യം വരികയാണ്. സൂര്യ പറയാണ്, ഇവരെന്തിനാ നമ്മളെ പിന്തുടർന്ന് ഇങ്ങനെ നടക്കുന്നത്? അതെനിക്കത്ര പിടിക്കുന്നില്ല, എനിക്കത്ര ദഹിക്കുന്നില്ല, അതത്ര നല്ല കാര്യമല്ല, ഇതെങ്ങനെ വെറുതെ വിടാൻ പറ്റത്തില്ല എന്ന് സൂര്യ പറയാണ് കേട്ടോ. ആ സമയം നന്ദിനി പറയാണ്, സൂര്യ സാർ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ്, അവരെ കണ്ടാലറിയാൻ കുടിച്ച് വെളിവില്ലാതെ നടക്കുകയാണെന്ന്. ഈ സമയം അവരുടെ മുന്നിലോട്ട് പോണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അവരെന്താ പറഞ്ഞോട്ടെ, പോയിക്കോട്ടെ, അതൊന്നും വിഷയമല്ല. എന്നാൽ ഈ സമയം നമ്മൾ അങ്ങോട്ട് ചെന്ന് വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അത് പ്രശ്നമാവും. അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി അവരുടെ കൂടെ പോണ്ട സൂര്യ സാർ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ സൂര്യ പലതും കണ്ടില്ലെന്ന് വെച്ച് യാത്ര മുന്നോട്ട് നീക്കുകയാണ്. എന്നാൽ ഇവരുടെ പെട്രോൾ തീരുകയാണ് കേട്ടോ. പെട്രോൾ തീർന്ന് ഇവർ പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു സൈഡിലോട്ട് നിൽക്കുമ്പോൾ നന്ദിനി പറയാണ്, ഇനി എന്തായാലും അവരങ്ങ് കടന്നു പോയിക്കോളും, പേടിക്കേണ്ടതില്ല എന്ന് നന്ദിനി പറയുമ്പോൾ സൂര്യയും അത് തന്നെയാണ് കരുതിയത്. പക്ഷേ ഇവരെങ്ങോട്ട് കയറുന്നു അങ്ങോട്ടൊക്കെ ഈ ഗുണ്ടകൾ എങ്ങനെ വരുന്നുണ്ട്. പിന്നീട് ഇവർ പെട്രോൾ അടിക്കാൻ കയറുമ്പോൾ ഇവരിങ്ങനെ ഓരോന്ന് ആളെ ആക്കിയതുപോലെയുള്ള ഓരോ സംസാരങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ സൂര്യക്ക് കൈ ഇങ്ങനെ തരിച്ച് വരുന്നുണ്ട്. ഈ സമയം നന്ദിനി തന്നെയാണ് അതും തടയുന്നുണ്ട്. സൂര്യ സാർ പറയുന്നവർ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞു, ഇനി അത് ചോദ്യം ചെയ്യാൻ നിൽക്കേണ്ട, അവരെന്താ വെച്ചാൽ പറഞ്ഞിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും നന്ദിനി അത് തന്നെ ആവർത്തിക്കണം. അതുകൊണ്ട് തന്നെ പറയുന്നത് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. പിന്നീട് ഇവർ യാത്ര ചെയ്യുമ്പോൾ ഇവരുടെ കൂടെ ആ ഗുണ്ടകളെ കാണുന്നില്ല. കുറച്ച് സമയം കഴിയുമ്പോൾ കാണാം പിന്നെ ഒരു ലോറി ഇവരെ ഫോളോ ചെയ്ത് പോകുന്നു. ആ ലോറി ഇങ്ങനെ വരുന്നുണ്ട്. ഉടൻ തന്നെ നന്ദിനിക്ക് ഇങ്ങനെ പേടി വരികയാണ്. നന്ദിനിക്ക് മൊത്തത്തിൽ ഒരു വശപിശക്ക് തോന്നുകയാണ്. സൂര്യ സാർ എവിടെയാണ് ഹോട്ടലിൽ പെട്ടെന്ന് അങ്ങ് എത്തിയെങ്കിൽ ഒന്ന് നന്നായിരുന്നെന്ന് പറയുമ്പോൾ ഇതാ കുറച്ച് ദൂരം പോകാനുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇവർ കുറച്ചങ്ങ് എത്തുമ്പോഴേക്കും ആ ലോറി അങ്ങ് മിസ്സാവുകയാണ്. അതുകൊണ്ട് നന്ദിനിക്ക് സമാധാനമാവുകയാണ്. ലോറിയുമില്ല, ഗുണ്ടകളുമില്ല, ഇനി ആശ്വാസത്തോടു കൂടി നിൽക്കുക. സൂര്യ സാർ അവരുമായി വഴക്കിടുമെന്ന് പേടി നന്ദിനിയുടെ ഉള്ളിലുണ്ടല്ലോ. അങ്ങനെ ഇവർ ഈ ഹോട്ടലിൽ കയറുകയാണ്. ഇവരുടെ പിറകെ തന്നെ യതീന്ദ്രനും എത്തുകയാണ് കേട്ടോ. അതാ സൂര്യയുടെ വണ്ടി അത് നിൽക്കുന്നത് ഈ ഹോട്ടലായിരിക്കും പറഞ്ഞത്, അതേ എന്ന് പറഞ്ഞ് ഇവരും കയറുകയാണ്. അപ്പോൾ കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി ഡാൻസും നൃത്തമൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെയാണ് കേട്ടോ. ഒരു കട്ടിലിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്, തന്തൂറൊട്ടിയൊക്കെ ഇങ്ങനെ ചുട്ടിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാനായിട്ടുള്ള ആ ഒരു ഇതൊക്കെയാണ്. അങ്ങനെ ഇവർ സാധാരണ ടേബിളും മേശയും പോലെ ഒന്നുമല്ല, ഒരു പായലിങ്ങനെ വിരിച്ചിട്ടിരുത്തുന്ന ആ രീതിയാണ്, മജ്ലിസ് പോലെ ഇരുത്തിയിരിക്കുന്ന ആ രീതിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബ് തന്നെ വിജയ്ക്ക് തോന്നണം. വിജയ് പറയുന്നുണ്ട്, എന്തൊരു രസമാണ്, എന്തൊരു ഭംഗിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിജയ്
മുന്നോട്ട് യാത്ര നീക്കുന്നത് കേട്ടോ. അങ്ങനെ വിജയ് ഇത് പറയുന്നുണ്ട്, നല്ല രസമുണ്ടല്ലോ കാണാൻ, കാണുന്നത് പോലെ എന്നല്ല, ആളെയും തിരഞ്ഞെടുത്ത ഹോട്ടൽ അടിപൊളിയാണ് എന്ന് വിജയ് പറയുന്നുണ്ട് കേട്ടോ. ആ സമയം വിജയുടെ ഈ വാക്കുകൾ പത്മക്ക് ദേഷ്യം വരുന്നുണ്ട്. പത്മ പറയാണ് ഒന്നും മിണ്ടാതിരിക്കും വിജയ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരും ഭക്ഷണം കഴിക്കാതിരിക്കാൻ ഇവരും ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം നന്ദിനി ഈ ഒരു ബർത്ത്ഡേയെ കുറിച്ച് പറഞ്ഞതാണല്ലോ. അപ്പോൾ പത്മ പറയണേ ഇനി അത് ആവർത്തിക്കണ്ട, അതേ മനുഷ്യൻ നിങ്ങൾ മിണ്ടാതെ നിൽക്കുകയെന്ന് പറയണേ. അപ്പോഴാണ് ഈ ഗുണ്ടകൾ ഇവർക്കിടയിലോട്ട് തടിച്ച് കയറി വരുന്നത് കേട്ടോ. ഇത് കാണുന്നതിനോട് കൂടിയിട്ട് ഇവർക്ക് പേടിയാണ്. പിന്നീട് അവരുടെ ഒരു പാട്ടും ഒരുമാതിരി ഉള്ള നോട്ടമൊക്കെ ആകുമ്പോൾ സൂര്യക്ക് ദേഷ്യം വന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നന്ദിനി ഇങ്ങനെ കയ്യിൽ പിടിച്ചമർത്തുകയാണ് സൂര്യയെ, വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പിടിച്ചമർത്തുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർ നൃത്തം ചെയ്യുന്നതിനനുസരിച്ച് ഈ ഗുണ്ടകൾ അതിന് ഒപ്പം ഒരു പരിഹാസത്തോടു കൂടിയുള്ള ആ ഒരു നൃത്തം ചെയ്യലോ അങ്ങനെയുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ ആവുകയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കാണുന്നതിനോട് കൂടി തന്നെ സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്നുണ്ട് സൂര്യക്ക്. എങ്കിലും തൻ്റെ ദേഷ്യം അവിടെ പിടിച്ചമർത്തുകയാണ്. ഇവന്മാരെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് തനിക്ക് പണി കിട്ടും എന്നുള്ള ലെവലിലാണ് സൂര്യ പറയുന്നത്. പക്ഷേ നന്ദിനിക്കാണെങ്കിലോ എവിടെ പോയാലും വഴക്കാളിയാണ് സൂര്യ എന്ന് പത്മ പറയും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി അങ്ങനെ കേട്ടോ. അങ്ങനെ ഇവർ പറഞ്ഞ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് അത് എത്തുകയാണ്. പിന്നീട് ഇവർ കൈ കഴുകാൻ പോകുന്ന സമയത്ത് നന്ദിനി പറയണേ എൻ്റെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ സൂര്യ പറയുന്നത് നീ പോയി കൈ കഴുകിക്കോ. അങ്ങനെ നന്ദിനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് പോകാനൊരു പേടിയുണ്ട്. പക്ഷേ ഈ സമയം സൂര്യ അത് ശ്രദ്ധിക്കുന്നില്ല. നന്ദിനി ഇനി പോയി കഴുകിക്കോ എന്ന് യതീന്ദ്രൻ പറയുകയാണ്. അങ്ങനെ നന്ദിനി ഒറ്റയ്ക്ക് പോയി കൈ കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്ന സമയത്ത് അതിലൊരു ഗുണ്ട എൻ്റെ കയ്യിലേട്ടും കൂടി ഒഴിച്ച് തന്നോളൂ സിസ്റ്റർ എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന നന്ദിനിക്ക് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ നന്ദിനി മാറി നിന്ന് വീണ്ടും കൈ കഴുകാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും നന്ദിനിയുടെ കപ്പിൻ്റെ അടിയിലോട്ട് അയാളുടെ കൈ വെക്കുകയാണ്. അപ്പോൾ നന്ദിനി പറയുന്നത് നിങ്ങൾ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും സൂര്യ അവനെ ഇട്ട് ഇടിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഈ ശബ്ദം കേട്ട് ബാക്കിയുള്ള ഗുണ്ടകൾ എത്തുകയാണ്. അപ്പോഴേക്കും പിന്തുടർന്ന് വരുന്ന ആ ലോറി ഉണ്ടല്ലോ അതൊരു സൈഡിലൂടെ അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇവർ കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര വഴക്കായി മാറുകയാണ്. അപ്പോഴേക്കും യതീന്ദ്രനും പത്മയും ഓടി എത്താണ്, ഹോട്ടലിലുള്ള ആളുകളെല്ലാം എത്താണ്, ഇവരെ പിടിച്ച് മാറ്റുകയാണ്. ഇതേ സമയം സൂര്യ പറയാണ് ഞങ്ങൾ വരുന്നത് ഇന്നലെ മുതൽ ഞങ്ങളെ ഫോളോ ചെയ്ത് വരികയാണ്, എന്തിനാണ് ഇവർക്ക് ഇതിൻ്റെ ആവശ്യം, ഇവർക്ക് ഇവരുടെ പണി നോക്കിക്കൂടെ എന്നൊക്കെ സൂര്യ പറയുന്നുണ്ടെങ്കിലും ഈ സമയം പത്മ പറയണം ഇവൻ എവിടെ പോയാലും ഇത് തന്നെയാണ് ഉണ്ടാവുക, നിങ്ങളുടെ മകൻ്റെ സ്വഭാവം ഇത് തന്നെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടു കൂടി സൂര്യയെ പിടിച്ച് വലിച്ച് യതീന്ദ്രനും വിജയ് എല്ലാവരും കൊണ്ടുപോകണം. അപ്പോൾ ആ സമയം നന്ദിനി അവിടെ നിൽക്കുന്നുണ്ട്. നന്ദിനി വെച്ചാൽ ഇവരുടെ കൂടെ പോകത്തൂല. നന്ദിനി ആകെ ഷോക്കായി നിൽക്കുന്ന ആ ഒരു സമയമാണ്. നന്ദിനി ഇങ്ങനെ ഇവരങ്ങ് പോകുന്നതിനോട് കൂടി നന്ദിനി പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഒരുത്തം വന്ന് നന്ദിനിയുടെ മുഖം അങ്ങ് പൊത്തിപ്പിടിക്കുകയാണ്. അത്രയേ ആ കാണിക്കുള്ളൂ കേട്ടോ. പിന്നീട് സൂര്യ അകത്തോട്ട് പോവാണ്. ഹോട്ടലിൻ്റെ അകത്തോട്ട് പോകുമ്പോൾ നന്ദിനി അവിടെ കാണുന്നില്ല. അവിടെ തന്നെ സൂര്യ പറയണേ അച്ഛൻ നന്ദിനി എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നന്ദിനിയല്ലേ ഇവിടെ ഉണ്ടായിരുന്നു, നമ്മുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ നന്ദിനി ഇങ്ങോട്ടേക്ക് പോയി. ഉടൻ തന്നെ സൂര്യ പറയണേ അച്ഛൻ നന്ദിനിയെ കാണുന്നില്ല, അവന്മാർ നന്ദിനിയെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അവന്മാർ കാണാൻ മൊത്തത്തിൽ അവിടെ ഇരിക്കുന്നു കേട്ടോ. പക്ഷേ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ള ആ ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് അവന്മാർ ആ ഹോട്ടലിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത്. ഇതേ സമയം അവിടെ മൊത്തം സൂര്യ തിരഞ്ഞു നോക്കും. നന്ദിനി അവിടെ എവിടും കാണുന്നില്ല. സൂര്യക്ക് ആകെ പരവേശമാവുകയാണ്. സൂര്യ ആകെ ടെൻഷൻ എടുക്കുകയാണ്. അതേസമയം പത്മക്കും അതുപോലെ ഇന്ദ്രജയ്ക്കും വിജയ്ക്കൊക്കെ നന്നായി ശല്യം പോയി കിട്ടില്ല എന്ന ലെവലിലാണ്. ഇതേ സമയം യതീന്ദ്രൻ ആകെ ടെൻഷനാവണം. യതീന്ദ്രനെ നോക്കുകയാണ്. ആ ഒരു സ്ഥലം ഇവർക്ക് അറിയാത്തത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യും, നന്ദിനി അങ്ങോട്ടേക്ക് പോയി നന്ദിനിയെ കിട്ടാൻ എന്താ ചെയ്യുക എന്നറിയാത്തത് കൊണ്ടും ആകെ ടെൻഷനായി. ഇവർ ഇനി ഒരു തീരുമാനമെടുക്കണം, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു കേസ് കൊടുക്കാമെന്ന്, ഒരു പരാതി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ തന്നെ യതീന്ദ്രൻ പറയണേ എന്നാൽ ഞാനും വരാമെന്ന് പറയാം. അപ്പോൾ പത്മ പറയണേ എനിക്ക് പെട്ടെന്ന് പോകണം, എനിക്ക് എൻ്റെ ബർത്ത്ഡേക്കുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ കല്യാണ വാർഷികത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടണം, അതിനുള്ള ആളുകളെ വിളിക്കണം. അപ്പോൾ ഉടൻ തന്നെ സൂര്യക്ക് ദേഷ്യം പിടിക്കുകയാണ്. ഇതുവരെ ഇവർ ഈ കല്യാണം എൻ്റെ കല്യാണ വാർഷികം ആഘോഷിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഇവരിപ്പോൾ എന്തെങ്ങനെ പറയുന്നത് ഡാഡി, ഇവരാണ് ഇതിൻ്റെ പിറകിൽ കളിച്ചതെന്ന് തോന്നുന്നു, എൻ്റെ നന്ദിനിയെ മനഃപൂർവ്വം ഇവരെന്ത് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ പത്മ പറയണേ വാൽ തോന്നിയത് വിളിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പത്മ അങ്ങ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ യതീന്ദ്രൻ പറയണ ആർക്കാണെങ്കിലും മോനെ നമുക്ക് പരാതി നൽകാം, പത്മ നീ മിണ്ടാതിരിക്കും, നീ എൻ്റെ കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്നേ പറ്റുള്ളൂ, നീ വരുന്നില്ലെങ്കിൽ വേണ്ട വണ്ടിയിൽ ഇരിക്കുക എന്ന് പറയണേ. അങ്ങനെ ഉടൻ തന്നെ യതീന്ദ്രൻ പറയണേ എന്നാൽ നീ ഒരു പണി ചെയ്തോ, വിജയം കൊണ്ട് നീ അങ്ങ് പോയിക്കോ, ഞാൻ സൂര്യയുടെ പിന്നാലെ വന്നോളാം. ഏതോ ഒരു രാജ്യത്ത് നമ്മുടെ കൂടെ ഉണ്ടായ നമ്മുടെ സൂര്യയുടെ പെണ്ണായ അവളില്ലാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല, നിൻ്റെ മോളാണെങ്കിൽ നീ അങ്ങനെ ചെയ്യൂടി എന്നൊക്കെ യതീന്ദ്രൻ ചൂടാവുകയാണ്. ആ സമയം ഉടൻ തന്നെ പത്മ
പത്മ പറയാണ്, ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ചെന്ന് ഒത്തിരി പണിയുണ്ട്, നിങ്ങളില്ലാതെ എനിക്ക് ഇവിടുന്ന് പോകാനും പറ്റത്തില്ല. നിങ്ങൾ എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ പിന്നീട് എൻ്റെ മരണമായിരിക്കും. നമ്മുടെ വിവാഹ വാർഷികം ആഘോഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമില്ലേ? അപ്പോൾ ഇതുവരെ നീ ഇല്ലെന്നല്ലേ പറഞ്ഞ്, ഇപ്പോൾ എനിക്കത് നടത്തണം എന്ന് തോന്നി, അതുകൊണ്ട് തന്നെ ഇനി സമയമില്ല, നാളത്തെ ഒരു ദിവസമല്ലോ, നിങ്ങൾ ഈ സമയം എൻ്റെ കൂടെ പോരണമെന്ന് പറഞ്ഞ് പത്മ അവിടെ വാശി പിടിക്കുകയാണ്. അതേസമയം സൂര്യയാണെങ്കിലോ പരാതി നൽകാൻ ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഉടൻ തന്നെ സൂര്യ പരാതി നൽകുമ്പോൾ അവിടുത്തെ പോലീസുകാരനാണെങ്കിൽ ഒരു കളിയാക്കുന്ന രീതിയിലാണ് കേട്ടോ സംസാരിക്കുന്നത്. അതൊട്ടും സൂര്യക്കും ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഉടൻ തന്നെ എവിടെ വെച്ചാണ് കാണാതായത്, അത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിലോട്ട് കയറിയപ്പോൾ കൈ കഴുകുന്ന ഭാഗത്ത് വെച്ചാണ് സൂര്യയെ കാണാതായത്. സൂര്യ പറയണം നന്ദിനിയെ കാണാതായതെന്ന് പറയണം. ആ സമയം പറയണേ, ആരെ തട്ടി അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ഒരു ഗുണ്ടകൾ ഞങ്ങളുടെ പിറകെ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ലോറി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, അതിൻ്റെ വണ്ടി നമ്പർ അറിയുമോ എന്ന് ചോദിക്കുകയാണ്. അറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇന്നലെ മുതൽ കുറച്ച് ഗുണ്ടകൾ ഞങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ആ ഗുണ്ടകൾ എവിടെ? അവരെയും ഇപ്പോൾ തിരിച്ചു ചെന്ന് നോക്കിയപ്പോൾ അവരെയും കാണാനില്ല. ഇത് യാതൊരു തെളിവില്ലാതെ ഞങ്ങളെങ്ങനെ കണ്ടെത്തും? അപ്പോൾ യതീന്ദ്രൻ പറയാണ്, എന്താണെങ്കിലും ഒരു പെൺകുട്ടി മിസ്സിങ്ങിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം എനിക്കില്ല. ഞങ്ങൾ വേണ്ടത് ചെയ്തോളാം എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പത്മക്ക് ദേഷ്യം പിടിക്കണം. ഏതാനും മണിക്കൂറുകളായി യതീന്ദ്രൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് വരുന്നില്ല. അപ്പോൾ പത്മ ഇടിച്ചു കയറി വരികയാണ്. പത്മ പറയണേ, നമുക്ക് പോവാം എന്ന് പറയണേ. ഈ സമയം യതീന്ദ്രൻ പറയണേ, മോനെ എന്ന് പറയുമ്പോൾ, ഡാഡി പോയിക്കോളൂ, ഇനി ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും വേണ്ട, ഞാൻ എൻ്റെ നന്ദിനി ഇല്ലാതെ ഈ നാട്ടിൽ നിന്ന് വരില്ല, നന്ദിനി ഉണ്ടായെങ്കിൽ മാത്രമേ ഞാൻ വരുള്ളൂ, നന്ദിനിയും കൂട്ടിക്കൊണ്ടേ ഞാൻ അങ്ങോട്ടേക്ക് വരുള്ളൂ, ഇതിന് പിറകിൽ ആര് കളിച്ചാലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.